മനസ്സിലാവും. മോഹൻലാൽ നായകനായി എത്തിയ തുടരും എന്ന ചിത്രം 5-ാം ദിനം കടക്കുമ്പോൾ നമുക്ക് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ പ്രകാരം 1897ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 3,49,424ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തപ്പോൾ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 5,51,66,000 രൂപ, 70% ഒക്യുപ്പൻസിയിൽ ഇന്ന് വന്നിരിക്കുന്നു. അതായത് 5-ാം ദിനവും സിനിമയ്ക്ക് ഒരു താഴോട്ടും ഉള്ള പോക്കില്ല എന്നുള്ള ലെവലിൽ തന്നെ മികച്ച രീതിയിൽ നമുക്കറിയാം. അടുത്തത് ഒരു മിഡ് വർക്കിംഗ് ഡേയിലേക്ക് വരികയാണ്. അവിടെ പോലും തീ ആളിക്കത്തുന്ന ലെവലിലുള്ള പ്രകടനമാണ് സിനിമ കാത്തുവെക്കുന്നത്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 27 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ വന്നതാണ്. ഇന്നത്തെ കളക്ഷനോട് സിനിമ 32 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും 4 ദിനത്തെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമേ ഈ സിനിമ 36.4 കോടി നേടിയപ്പോൾ ഓവർസീസിൽ നിന്ന് 47 കോടിയോളമാണ് സിനിമ നേടിയത്. മൊത്തം 4 ദിവസം കൊണ്ട് സിനിമ നേടിയത് 83 കോടിയോളമാണ്. ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ 93-96 കോടിക്കിടയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് നാളെ രാവിലെ കൊണ്ട് സിനിമ 100 കോടിയിലേക്ക് എത്തും എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. ആദ്യ ദിനം സിനിമ കേരളത്തിൽ നിന്ന് നേടിയത് 5,32,00,000 രൂപയാണെങ്കിൽ 2-ാം ദിവസം 7 കോടിയാണ് സിനിമ നേടിയത്. 3-ാം ദിവസം 8,20,00,000 രൂപയാണെങ്കിൽ 4-ാം ദിവസം 6,90,00,000 രൂപ, 7 കോടി എന്ന ഏറെക്കുറെ നമുക്ക് പറയാവുന്ന ലെവലിലുള്ള. അങ്ങനെ 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ 6 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ അനലിസ്റ്റുകൾ പറയുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് നമുക്ക് ട്രാക്ഡ് കളക്ഷൻസ് കാണുമ്പോൾ 6,10,00,000 രൂപ വരെ ആകാനുള്ള ചാൻസുകൾ കാണുന്നു. സിനിമ ഇതുവരെ 9,000-ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 19,84,000-ഓളം ടിക്കറ്റുകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. വിറ്റുപോയിരിക്കുന്നതായി 32 കോടിയോളം രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി വന്നിരിക്കുന്നത്. 81% സിനിമയുടെ ഒക്യുപ്പൻസിയായും പുറത്തു വന്നിരിക്കുന്നത്. അതായത് സിനിമ ആ ഒരു കൊടൂര റേഞ്ചിലേക്ക് വരുന്നു. സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത, നാളെയും മറ്റന്നാളും അതേപോലെ തന്നെ ശനിയും ഞായറും എല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഹെവി ബുക്കിംഗ് എന്നുള്ള ലെവലിലാണ്. അതായത് കാലങ്ങൾക്ക് ശേഷം ഒരു ഗംഭീര സിനിമ വരുന്നു. ഇതുവരെ കണ്ട സിനിമകളുടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാവുകയാണ്, മോഹൻലാലിൻ്റെ ഒരു പോസിറ്റീവ് സിനിമ വന്നു കഴിഞ്ഞാൽ കേരള ബോക്സ് ഓഫീസ് വേറെ റേഞ്ചിലേക്ക് പോകുമെന്നുള്ളത് തന്നെ. അതുമാത്രമല്ല, ഇനിയും തെലുങ്കിലേക്ക് ചെല്ലുകയാണെങ്കിൽ സിനിമ ഇതുവരെ 98 ലക്ഷം രൂപയോളം 4 ദിവസം കൊണ്ട് നേടി. 5-ാം ദിവസം കൊണ്ട് സിനിമ അതിൻ്റെ മുകളിലേക്ക്, അതായത് 1 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു സന്തോഷകരമായ വാർത്ത, USA നിന്ന് മാത്രം $700,000 സിനിമ നേടിയിരിക്കുന്നു. അതേപോലെ ഓവർസീസിൽ നിന്ന് 5 മില്യണും തൂക്കി സിനിമ കുതിച്ച് പായുകയാണ്. എന്തായാലും ഇന്നും അഡ്വാൻസ് സെയിലിലൂടെ, നാളത്തെ അഡ്വാൻസ് സെയിലിലൂടെ സിനിമ വന്നിരിക്കുന്ന ഏറെക്കുറെ 3 കോടിക്ക് മുകളിൽ എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുമൊക്കെയായി മറ്റൊരു വീഡിയോയിൽ വരാം. എന്തായാലും ഇവിടെ നമുക്കൊരു കാര്യം ഉറപ്പാവുകയാണ്, ഇവിടെ അതിഗംഭീരം എന്നുള്ള ലെവലല്ല, ഏത് റേഞ്ച് പറയുമെന്നറിയില്ല, ആ റേഞ്ചിലേക്കാണ് സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ മലയാളത്തിൽ നിന്ന് ആദ്യമായി 100 കോടി കിട്ടുന്ന ചിത്രമായി ഇത് മാറും. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. 89 ലക്ഷം രൂപയാണ് ഇതുവരെയുള്ള ഹയസ്റ്റ്. അത് 100 കോടിയിലേക്ക് എത്താൻ ഈ ഒരു സിനിമ എത്തിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം വെറും 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് നമുക്ക് 32 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ. തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ നിന്ന്, അതായത് ഒരു പക്ഷേ 5-8 ദിവസത്തിനുള്ളിൽ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി കടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽസ.